അതിന് കുടിശ്ശികയുണ്ട്. അത് 13,000 കോടി വരും. അത് ശരി. പ്രിയരെ നമസ്കാരം. കൂടി ചേർന്നാൽ ഇതാരാണെന്ന് മനസ്സിലായല്ലോ. കോടി രൂപ ഈ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത ഇനത്തിൽ കൊടുക്കേണ്ടത് തന്നെ. അതിനിവിടെ ആർക്കാ തർക്കമുള്ളത്? ഇനി അതിന് പുറമെ അവർ എഴുതിയത് ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. മുടങ്ങിക്കിടക്കുന്നത് 3 മാസത്തെ പെൻഷൻ കൊടുത്തിട്ടില്ല. അത് എഴുതിയത് 2400 കോടി ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട്. അതും കണക്ക് അംഗീകരിക്കുന്നു. തർക്കത്തിനില്ല. കൊടുക്കേണ്ടത് തന്നെ. പിന്നെ പറയുന്നത് KSRTCക്ക് ഇതുകൊണ്ടാണ് ഭരണപരാജയം എന്ന് തന്നെ പറയുന്നത്. ബാക്കിയാണ്. ഇതിന് പുറമെ പറയുന്ന ജൽജീവൻ മിഷൻ കരാറുകാർക്ക് 1357 കോടി കൊടുക്കാനുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുത്ത വക 200 കോടി. ശരിയാണ്, 200 കോടി കൊടുക്കാനുണ്ട്. കാരുണ്യ സുരക്ഷാ പദ്ധതി 300 കോടി. സപ്ലൈകോ 1525 കോടി. സപ്ലൈകോയിൽ സബ്സിഡി ഒന്നും ഇല്ല. 158 കോടി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 4558 കോടി. സാധാരണക്കാരന്റെ ആശ്രയമാണ് സപ്ലൈകോ. അവിടെ ഒന്നും കിട്ടാനില്ല. കരാറുകാർക്ക് പൈസ കൊടുക്കാൻ ബാക്കിയുണ്ട്. അത് 16,000 കോടി. ഇതൊക്കെ ശരി തന്നെ. എല്ലാം കൂടി ചേർത്ത് എത്ര വരും? 50,000 കോടി. ഞാൻ പറഞ്ഞില്ലേ, EP സത്യം മാത്രമേ പറയൂ. എല്ലാം കൊടുക്കാൻ